വർഷങ്ങളായി തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം. സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞതും നമ്മൾ കേട്ടു. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കോടതികൾ ഉത്തരം പറയുമോ എന്നും ഇനിയും കണ്ണീരിൽ മുങ്ങിത്താഴാൻ ആവില്ല എന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിന് സംഭവിക്കുന്നത് എന്താണ്? അണക്കെട്ടിന് ബലക്ഷയം വർദ്ധിച്ചിരിക്കുന്നുവെന്നും ചോർച്ച കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നും ജലനിരപ്പ് ഉയരുന്നു എന്നും തുടങ്ങി ഭീതിജനകമായ വാർത്തകളാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ എത്ര പേർക്കറിയാം ഒരു ജനതയുടെ ഉള്ളിൽ ഭീതിയുടെ വിത്തുകൾ വിതറി നിൽക്കുന്ന ഈ അണക്കെട്ടിൻ്റെ ചരിത്രം? പീരുമേട് താലൂക്കിൽ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിൻ്റെ ജലസംഭരണിക്ക് ചുറ്റുമായാണ് സ്ഥിതി ചെയ്യുന്നത്. കടുത്ത വരൾച്ചയിൽ വലഞ്ഞിരുന്ന തമിഴ്നാട്ടിലെ മധുര, ഡിണ്ടിഗൽ, രാമനാഥപുരം എന്നീ പ്രദേശങ്ങളിലേക്ക് പെരിയാറിലെ വെള്ളം എത്തിക്കാനായി 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ക്യാപ്റ്റൻ ജോൺ പെന്യുക്കിക് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഈ ഡാം. 1895 ഒക്ടോബർ 11 മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തു. തിരുവിതാംകൂറിന്റെ അധികാര പരിധിയിലുള്ള സ്ഥലത്ത് നിർമ്മിച്ച ഈ അണക്കെട്ടിലെ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തിരുവിതാംകൂറിന്റെ അനുമതി വേണം. അതിനായി 1886 ഒക്ടോബർ 29 ഒരു കരാർ ഒപ്പുവെക്കുകയും അതിൻ്റെ കാലാവധി 999 വർഷത്തേക്ക് നിലനിർത്തുകയും ചെയ്യുന്നു. പിന്നീട് കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം 1970 ഈ കരാർ പുതുക്കുകയും മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കാനും തമിഴ്നാടിന് അധികാരം ലഭിക്കുകയും ചെയ്തു. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ച പെന്യുക്കിക് അതിന് 50 വർഷത്തെ ആയുസ് മാത്രമായിരുന്നു അന്ന് കണക്കാക്കിയത്. വർഷങ്ങൾ മുന്നോട്ട് പോകുന്തോറും കേരളത്തിന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷയിൽ ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ്. ഗുജറാത്തിലെ മോർബി അണക്കെട്ട് തകർന്നത് 1979 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിൽക്കുന്ന പ്രദേശത്ത് ചെറിയ ഭൂചലനം ഉണ്ടാവുകയും തുടർന്ന് അണക്കെട്ടിലെ ജലനിരപ്പ് 142 നിന്ന് 136 അടിയായി കുറയുകയും ചെയ്ത സാഹചര്യമുണ്ടായി. പക്ഷേ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ ചെയ്ത് തമിഴ്നാട് ഇത് വീണ്ടും ഉയർത്താനുള്ള അനുമതി നേടിയെടുത്തുകൊണ്ടിരിക്കുകയുമാണ്. അണക്കെട്ടിലെ ജലനിരപ്പാണ് കേരളവും തമിഴ്നാടും തമ്മിൽ തുടരുന്ന ദീർഘദൂര തർക്കത്തിൻ്റെയും നിയമയുദ്ധങ്ങളുടെയും ഒക്കെ പ്രധാന കാരണം. അണക്കെട്ടിൻ്റെ സുരക്ഷയെ കരുതി ജലനിരപ്പ് താഴ്ത്തണമെന്ന് കേരളം വാദിക്കുമ്പോൾ അണക്കെട്ട് സുരക്ഷിതമാക്കാൻ വേണ്ടതെല്ലാം തങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് ജലനിരപ്പ് ഉയർത്തണം എന്നുമാണ് തമിഴ്നാട് പറയുന്നത്. 1970 പുതുക്കിയ കരാറാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രധാന പ്രശ്നം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നുകൂടിയാണ് മുല്ലപ്പെരിയാർ. കേരളത്തിൽ തന്നെ ഉദ്ഭവിച്ച് അവസാനിക്കുന്ന വൃഷ്ടി പ്രദേശമാണ് അണക്കെട്ടിനുള്ളത്. 1995 നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് 999 വർഷത്തേക്ക് തമിഴ്നാട് പാട്ടത്തിനെടുക്കുന്നുണ്ട്. അണക്കെട്ട് നിലനിൽക്കുന്നത് കേരളത്തിൻ്റെ സ്ഥലത്താണെങ്കിലും അതിൻ്റെ നിയന്ത്രണം തമിഴ്നാടിനാണ്. അണക്കെട്ടിൻ്റെ സുരക്ഷ സംബന്ധിച്ച വിഷയത്തിൽ ഇത് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് വഴിവെച്ചിരിക്കുകയുമാണ്. ഒരു അണക്കെട്ടിൻ്റെ കാലാവധി 60 വർഷമാണെന്നിരിക്കെ 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിൻ്റെ പ്രാന്തപ്രദേശത്തുള്ളവർക്കും കേരളത്തിലെ 5 ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും കേരളം വാദമുയർത്തുമ്പോൾ ഇതിനെക്കുറിച്ച് നടന്ന ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിൻ്റെ വാദങ്ങൾ കഴമ്പില്ല എന്ന് തമിഴ്നാടും വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരിയാർ പാട്ടക്കരാർ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുൻപ് നിലവിൽ വന്നതാണെന്നും ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന എല്ലാ ഉടമ്പടികളും കരാറുകളും സ്വയമേ റദ്ദായി എന്ന് കേരളവും സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു. 2000 പ്രദേശത്തുണ്ടായ ഭൂമി കുലുക്കത്തോടു കൂടിയാണ് കേരളത്തിൻ്റെ ആശങ്കകൾ വർദ്ധിക്കുന്നത്. അണക്കെട്ട് സുരക്ഷിതമാണെന്ന് തമിഴ്നാട് അവകാശപ്പെടുമ്പോൾ അത് ഭീതിജനകമാണെന്ന് കേരളം പറയുന്നു. സഹായക അണക്കെട്ടായ ബേബി ഡാമും ഭീതിജനകമാണെന്ന് തന്നെയാണ് കേരളത്തിൻ്റെ വാദം. എന്നാൽ അണക്കെട്ട് 1922 1965 സിമന്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തിയെന്നും ഭയപ്പെടാനൊന്നുമില്ല എന്നുമാണ് തമിഴ്നാടിൻ്റെ മുഖ്യ എഞ്ചിനീയർ പറയുന്നത്. എന്നാൽ സിമന്റ് പഴയ സുർക്കിക്കൂട്ടിൽ വേണ്ടത്ര ചേരില്ല എന്നാണ് കേരളത്തിലെ വിദഗ്ധർ പറയുന്നത്. 1902 തന്നെ അണക്കെട്ട് നിർമ്മാണത്തിൻ്റെ പ്രധാന കൂട്ടായ ചുണ്ണാമ്പ് വർഷം 30-48 ടൺ വീതം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്നും ഇപ്പോൾ അത് അനേകം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ടാകുമെന്നുമാണ് കേരളം വാദിച്ചുകൊണ്ടേയിരിക്കുന്നത്.
1979-81 കാലഘട്ടത്തിൽ നടത്തിയ ബലപ്പെടുത്തൽ അണക്കെട്ടിന് ബലക്ഷയമാണ് വരുത്തിവെച്ചതെന്നും ഇതിനെക്കുറിച്ച് പഠിച്ച എം ശശിധരന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അണക്കെട്ടിന്റെ ചുറ്റളവിൽ റിക്ടർ സ്കെയിലിൽ 4 മുകളിൽ വരുന്ന ഭൂകമ്പങ്ങൾ അണക്കെട്ടിന് ഗുരുതരമായ ഭീഷണി ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. താൽക്കാലിക ബലപ്പെടുത്തൽ ഇനി നിലനിൽക്കില്ല എന്നും മറിച്ച് പുതിയ ഡാം മാത്രമാണ് ഇതിന് പരിഹാരമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2006 നവംബർ 24 അണക്കെട്ടിന്റെ സുരക്ഷയെ സംബന്ധിച്ച് പഠിക്കാൻ നാവികസേന വൃന്ദങ്ങൾ എത്തിയെങ്കിലും കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് അവർ പഠനം നടത്താതെ മടങ്ങിപ്പോവുകയായിരുന്നു. 15 ദശലക്ഷം ഘനയടി ജലമാണ് ഡാമിന്റെ സംഭരണശേഷി. എന്നാൽ കോടതി നിർദ്ദേശപ്രകാരം അനുവദനീയമായ പരമാവധി സംഭരണശേഷി 136 അടിയാണ്. ഇത് 11 ദശലക്ഷം ക്യൂബിക് അടിക്ക് തുല്യമാണ്. എന്നാൽ കനത്ത മഴയെ തുടർന്ന് 2011 നവംബർ 28 രാവിലെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136.4 അടിയായി ഉയർന്നിരുന്നു. മഴ കുറഞ്ഞതിനെ തുടർന്ന് 136.3 അടിയായി കുറഞ്ഞെങ്കിലും 11.2 ദശലക്ഷം ഘനയടി വെള്ളമാണ് ഇപ്പോഴും ഡാമിലുള്ളത്. ഇതേ തുടർന്ന് കൂടുതലുള്ള വെള്ളം സ്പിൽവേയിലൂടെ ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുക. സെക്കൻഡിൽ 107 ഘനയടി വെള്ളമാണ് ഇടുക്കി ഡാമിലേക്ക് ഇപ്രകാരം ഒഴുക്കുന്നത്. 24 മണിക്കൂർ കൊണ്ടാണ് ഇത് ഇടുക്കി ഡാമിൽ എത്തിച്ചേരുക. എന്നാൽ ഭൂകമ്പത്തെ തുടർന്നോ മറ്റോ ഡാം തകരുകയാണെങ്കിൽ 3 മുതൽ 4 മണിക്കൂർ കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലെത്തും. ഇടുക്കി ഡാമിൻ്റെ പരമാവധി സംഭരണശേഷി 74.5 ദശലക്ഷം ഘനയടിയാണ്. എന്നാൽ 70.5 TMC വരെയാണ് സംഭരിക്കാറുള്ളത്. 2011 നവംബർ 28 കണക്ക് പ്രകാരം നവംബർ 28 ഡാമിലെ ജലനിരപ്പ് 2384.7 അടിയാണ്. ഡാമിൻ്റെ സംഭരണശേഷിയുടെ 79.06% 60 ദശലക്ഷം ഘനയടി വെള്ളമാണ് നവംബർ 28 അതായത് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഒഴുകിയെത്താവുന്ന 11.2 ദശലക്ഷം ഘനയടി ജലത്തിൽ 10 ദശലക്ഷം ഘനയടി ജലത്തെയും ഉൾക്കൊള്ളാൻ ഇടുക്കി ഡാമിന് കഴിയും എന്നും. ഡാം തകർന്നതിന് ശേഷം വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകി എത്താൻ എടുക്കുന്ന 3-4 മണിക്കൂറിനുള്ളിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള ചെറുതോണി ഡാമിൻ്റെ ഷട്ടറുകൾ നിയന്ത്രിതമായി തുറന്നുകൊണ്ട് ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന്. ചെറുതോണി ഡാമിന് മുകൾ ഭാഗത്ത് 5 പ്രധാന ഷട്ടറുകളും താഴെ 2 ചെറിയ ഷട്ടറുകളുമാണുള്ളത്. ഓരോ പ്രധാന ഷട്ടറുകളിലൂടെയും മിനിറ്റിൽ 25,760 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കാനാകും. മുല്ലപ്പെരിയാർ ഡാം ഒന്നാകെ തകരുകയാണെങ്കിൽ 50 അടി ഉയരത്തിലാണ് വെള്ളം ഇടുക്കി ഡാമിലേക്ക് കുതിച്ചെത്തുക. ഈ ഭാഗത്തുള്ള വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, ഗ്ലാമല, ചപ്പാത്ത്, ഉപ്പുതറ, അയ്യപ്പൻകാവിൽ പ്രദേശങ്ങളിലെ 70,000 പേരുടെ ജീവനും സ്വത്തുക്കളും ഇതുമൂലം അപകടത്തിലാകും. ഇവരിൽ 30,000 പേരും തമിഴ് വംശജരാണെന്നത് മറ്റൊരു പ്രത്യേകത. ഈ ആഘാതത്തിൽ ഇടുക്കി ഡാം തകർന്നാൽ താഴെയുള്ള 11 അണക്കെട്ടുകളും തകരാം. ഇത് ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ ജനങ്ങളെ ഒന്നാകെ ബാധിക്കും. മുല്ലപ്പെരിയാർ ഡാമിനൊപ്പം ഇടുക്കി ഡാമിൻ്റെ കൂടി തകർച്ചയുണ്ടായാൽ കേരളത്തെ 2ആയി വിഭജിക്കുന്നതിന് ഇടയാക്കും എന്നാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലക്ഷയം പഠിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച സെൻട്രൽ സോയിൽ ആൻഡ് മെറ്റീരിയൽ റിസർച്ച് സ്റ്റേഷൻ ടീം നൽകിയ രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നത്. മുല്ലപ്പെരിയാർ സമഗ്ര ദുരന്ത നിവാരണ പദ്ധതിയുടെ ഭാഗമായി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഡാമിൻ്റെ തകർച്ചയെ തുടർന്ന് 45 മിനിറ്റിനകം 36 കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി ഡാമിലേക്ക് മേൽ പറഞ്ഞ രീതിയിൽ ജലം ഒഴുകി എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറുതോണി ഡാമിൻ്റെ ഷട്ടറുകൾ പൂർണ്ണമായി തുറന്നാൽ പെരിയാറിലൂടെ 40 അടി ഉയരത്തിൽ വെള്ളം കുതിച്ചു പായുമെന്നാണ് മറ്റൊരു നിഗമനം. കാലവർഷക്കാലത്താണെങ്കിൽ സ്ഥിതി ഇതിലും ഗുരുതരമാകാം. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാലുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് റൂർക്കി IIT-യുമായി ചേർന്ന് പഠനം നടത്താനുള്ള കരാറിൽ കേരളം 2011 നവംബർ 30 ഒപ്പുവെച്ചിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്ന സാഹചര്യമുണ്ടായാൽ അവിടെ നിന്ന് വരുന്ന വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ഇടുക്കി ഡാമിനെ സജ്ജമാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ മാനേജ്മെന്റ് അതോറിറ്റി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 59.5 TMC ആയി കുറച്ചിരുന്നു. മുല്ലപ്പെരിയാറിൽ നിലവിലുള്ള 11.75 TMC ജലം എത്തിയാൽ പോലും ഇതിന്റെ ഫലമായി ഇടുക്കി ഡാമിന് ആ ജലത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. വൈദ്യുതി ഉൽപാദനം കൂട്ടിയും അല്ലാതെയും ഈ നില നിർത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. Waytonikah.com, the exclusive Muslim matrimonial site.